സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ഗുണ്ട ആക്രമണങ്ങളെപ്പറ്റിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ അടിയന്തര പ്രമേയ നോട്ടീസ്. കൊച്ചി നഗരം ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങളുടെ പിടിയിലാണെന്ന് പ്രമേയത്തിന് അനുമതി തേടി സംസാരിച്ച പി.ടി. തോമസ് ആരോപിച്ചു. ഗുണ്ടകൾക്ക് പോലീസുമായും രാഷ്ട്രീയ നേതാക്കളുമായും അവിശുദ്ധ ബന്ധമുണ്ട്. മുഖ്യമന്ത്രിയുമായി പോലും പലർക്കും ബന്ധം ആരോപിക്കുന്നുണ്ടെന്ന് പി.ടി. തോമസ് പറഞ്ഞു. നിരവധി നേതാക്കന്മാരെ കൊണ്ട് സമ്പന്നമായ കൊച്ചി ഇന്ന് CPM-ന്റെ ഗുണ്ടാ സംഘങ്ങളുടെ കാവലാളായി മാറുന്ന നേതാക്കന്മാരുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ് സർ. കൊച്ചിയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ 10 മിനിറ്റിനകം ഗുണ്ടാ സംഘം അവിടെ എത്തുകയാണ്, പോലീസ് എത്തുന്നതിന് മുമ്പ്. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രി ഗുണ്ടാ ആക്രമണത്തെ സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്ന് വ്യക്തമാക്കി. ഗുണ്ടകൾക്ക് എന്തുമാകാമെന്ന പ്രത്യേക രീതി സംസ്ഥാനത്ത് വളർന്നു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതെങ്കിലും ഗുണ്ടക്ക് ഏതെങ്കിലും അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഭാഗത്തേക്ക് ചാരി നിന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു സംരക്ഷണ കവചമായിട്ട് ഈ സർക്കാരിന് കീഴിൽ വരില്ല. ഇപ്പോൾ എൻ്റെ തന്നെ രാഷ്ട്രീയ പാർട്ടിയോട് ബന്ധപ്പെട്ട ഒരാളായിപ്പോയി അത്തരമൊരു ഗുണ്ട എന്ന് വന്നാൽ അയാളെ സംരക്ഷിക്കാനല്ല ഈ ഗവൺമെൻറ് നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരളം ഗുണ്ടകളുടെ പറുദീസയായി മാറിയിരിക്കുകയാണെന്നും പോലീസ് ഗുണ്ടാ ബന്ധം മൂലം ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. നിയമസഭയിൽ നിന്ന് ആർ. ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്.